പറയുമ്പോൾ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു പ്രണയം ഉണ്ടാവും. അത് ആരൊക്കെ പറഞ്ഞാലും എതിർത്ത് പറഞ്ഞാലും ഞാനതൊരിക്കലും അംഗീകരിക്കാത്ത കാര്യമാണ്. എത്ര എന്താ പറയുക, കട്ടിയുള്ള ഹൃദയമുള്ള ആളാണേലും സോഫ്റ്റ് ആണേലും മൃഗീയത കൂടുതലുള്ള ആളാണേലും ദൈവികത കൂടുതലുള്ള ആളാണ്, എന്തും ആയിക്കോട്ടെ, എല്ലാവർക്കും ഒരു സമയത്ത് ഒരു നിമിഷത്തേക്കെങ്കിലും മറ്റൊരാളോട് പ്രണയം, പ്രേമം, ഇഷ്ടം ഒക്കെ തോന്നിയിട്ടുണ്ട്. എല്ലാവരുടെയും ജീവിതത്തിലുണ്ടായിട്ടുള്ള കാര്യമാണ്. അത് ഏത് പ്രായത്തിൽ വേണമെങ്കിലും തോന്നാം, ഏത് പ്രായത്തിൽ തോന്നാം, ആരോടും തോന്നാം. പ്രായത്തിലും മൂത്തവരോട് പ്രണയം തോന്നാൻ പാടില്ല, അങ്ങനെ നിയമങ്ങളൊന്നുമില്ല. തൻ്റെ പ്രായത്തേക്കാൾ മുതിർന്ന സ്ത്രീയെ വിവാഹം കഴിച്ച എത്രയോ അറിയപ്പെടുന്ന വ്യക്തികളുണ്ടല്ലേ. അപ്പം എന്നിട്ട് അവരൊക്കെ നല്ല സന്തോഷത്തോടു കൂടി ജീവിക്കുന്നുണ്ട്. അപ്പം അതിന് പ്രായം ഒരു തടസ്സമല്ല. എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു പ്രണയം ഉണ്ടായിട്ടുണ്ട്. ഒന്നിൽ കൂടുതൽ പ്രണയമുള്ളവരുമുണ്ട്. ചിലർ പ്രണയിച്ച് വിവാഹം കഴിക്കുന്നവരുണ്ട്. ചിലർ നന്നായി സ്നേഹിക്കും, ആത്മാർത്ഥമായി സ്നേഹിക്കും, പക്ഷെ അവർക്ക് വിവാഹത്തിലേക്ക് എത്തിച്ചെല്ലാൻ പറ്റത്തില്ല. അതിന് മുമ്പ് എന്തെങ്കിലും കാരണം കൊണ്ട് അവർ രണ്ട് വഴിക്ക് പോകുന്നവരുണ്ട് അല്ലേ. പിന്നെ ചിലരെന്ത് ചെയ്യും, ആരെങ്കിലും ഒരാൾ പിന്മാറുന്നവരുണ്ട്. ഒന്നിൽ പെണ്ണാവാം അല്ലെങ്കിൽ ആണാവാം. ആരെങ്കിലും ഒരാളും ഭയങ്കര സ്നേഹത്തിലിരുന്നിട്ട് എന്തെങ്കിലും സാഹചര്യത്തിൽ തന്നെ എനിക്ക് വേണ്ട എന്ന് കരുതി പോകുന്നവരൊക്കെ ഉണ്ട് അല്ലേ. അതാണ് പ്രണയം. അപ്പോഴങ്ങനെ പോകുന്നവർ ഒരു കാര്യം ആലോചിക്കുക, പോയവർ ഭാഗ്യമില്ലാത്തവരും അതിൽ വേദനിക്കുന്ന ഭാഗ്യമുള്ളവരുമാണ്. കാരണം അത്തരത്തിലുള്ള ഒരാളെ വിവാഹം കഴിച്ചിരുന്നെങ്കിൽ വിവാഹശേഷമായിരിക്കും നിങ്ങളെ ഇട്ടിട്ട് പോകുന്നെങ്കിലോ ഒരു പക്ഷേ അതിലും അപ്പുറം നിങ്ങൾ വീട്ടുകാരെ ധിക്കരിച്ച് വീട്ടുകാർ സമ്മതിക്കാതെ രണ്ടുപേരോട് ഇഷ്ടാനുസരണം ജീവിക്കാൻ തുടങ്ങി. പാതി വഴിയിൽ വെച്ച് അയാൾ അല്ലെങ്കിൽ അവൾ നിങ്ങളെ ഉപേക്ഷിച്ച് പോകുന്നു, നിങ്ങൾക്ക് ആരുമില്ലാതായി മാറുന്നു അല്ലേ. ആലോചിച്ച് നോക്കി. അതിലും നല്ലത് അയാളെ വേണ്ട എന്ന് നേരത്തെ പറഞ്ഞ് പോകുന്നെങ്കിൽ അത് നിങ്ങളുടെ ഭാഗ്യം തന്നെയാണ്. പിന്നെ ഒരാൾ നിങ്ങളെ വേണ്ട എന്ന് കരുതി പോകുന്നുണ്ടെങ്കിൽ നിങ്ങളൊരിക്കലും വിഷമിക്കാൻ പാടില്ല. എൻ്റെ അമ്മ പറയുന്ന കേട്ടിട്ടുണ്ട്, കടുക്കൻ ഇട്ടവൻ പോയാൽ കമ്മലിട്ടവൻ വരും എന്ന്. അത് നമുക്കൊരു ശുഭപ്രതീക്ഷ എപ്പോഴും നമ്മൾ നിലനിർത്തണം. നമ്മളുടെ പ്രശ്നം കൊണ്ടോ അല്ലെങ്കിൽ നമ്മളായിട്ട് വേണ്ടാന്ന് വെച്ചതല്ലെങ്കിൽ അതിലും നല്ലൊരു വ്യക്തി നമ്മളെ തേടി വരും, അങ്ങനെ കരുതുക. അതും അല്ലെങ്കിൽ നമുക്ക് പിന്നീടുള്ള ജീവിതത്തിൽ എന്തെങ്കിലും ഒരു അനുഗ്രഹം ഈശ്വരൻ്റെ ഭാഗത്തുനിന്നും അല്ലെങ്കിൽ ആ പ്രപഞ്ചശക്തിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകും. അതൊന്നും നഷ്ടത്തെക്കുറിച്ച് ഓർത്ത് വിഷമിക്കരുത്. സ്നേഹിക്കൂ, സ്നേഹിക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല. പരസ്പരം സ്നേഹിക്കുക അല്ലെങ്കിൽ മറ്റൊരാളെ സ്നേഹിക്കുക, അത് ഏത് തരത്തിലുള്ള സ്നേഹവുമാകാം. ആ ഒരു സ്നേഹം കൊണ്ട് അവർക്ക് ഒരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ അവർക്കൊരു ശല്യമായി മാറുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും സ്നേഹം നല്ലത് തന്നെയാണ്. സ്നേഹം നഷ്ടപ്പെട്ടു എന്ന് കരുതി ഇനി ഞാൻ ആരെയും സ്നേഹിക്കില്ല എന്നൊന്നും വിചാരിക്കില്ല. നിങ്ങളെ തേടി വരുന്ന സ്നേഹം കാണും. അപ്പോൾ മനസ്സിൽ ഓർക്കണം, നമുക്ക് ആ ഒരു സ്നേഹം നഷ്ടപ്പെട്ടാൽ നമുക്കതിനെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമെന്ന നിലയിൽ മാറ്റി വച്ചിട്ട് അതായത് പിന്നെയും ജീവിക്കുവാൻ നമുക്ക് പറ്റും എന്നൊരു മനസ്സെപ്പോഴും വേണം. അല്ലാതെ നമ്മൾ അതേന്ന് പറഞ്ഞുകൊണ്ടിരുന്ന നമ്മുടെ ജീവിതം നശിച്ചു പോകില്ല. അതാണ് പ്രണയിക്കുന്ന അതിലുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ചിലർക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല, നഷ്ടം. ആ നഷ്ടം ഉണ്ടായാൽ എന്ത് ചെയ്യാമെന്നും കൂടെ ഇടയ്ക്ക് ചിന്തിക്കുക നല്ലതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആഘാതം ചിലപ്പോൾ താങ്ങാൻ പറ്റില്ല. ചെറിയ മനസ്സുള്ള ലോല മനസ്സൊക്കെ ഉള്ളവർക്ക് താങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് പ്രണയത്തിന് വിരഹത്തിൻ്റെ കാഠിന്യവും അറിയാനുള്ള മനസ്സും കൂടി ഈ പ്രണയിക്കുന്നവർക്ക് ഉണ്ടാവേണ്ടതാണ്.
ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഇപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സന്തോഷം മാത്രമല്ല ദുഃഖവുമുണ്ട് അല്ലേ? സന്തോഷം വരുമ്പോൾ ഓർത്തോണം നിങ്ങൾക്കൊരു ദുഃഖവും കരുതി വെച്ചിട്ടുണ്ടെന്ന്. അത് ചെറുതാവാം വലുതാവാം. അതുപോലെ തന്നെ ദുഃഖം വരുമ്പോൾ ഓർത്തോണം ഒരു സന്തോഷം, അത് ചെറുതോ വലുതോ ആവും, നിങ്ങൾക്ക് വേണ്ടി വരുന്നുണ്ട് ഇല്ലേ? രാത്രി ഉണ്ടെങ്കിൽ പിറ്റേ ദിവസം പകലുണ്ട്, പകലുണ്ടെങ്കിൽ വീണ്ടും രാത്രിയുണ്ട്. ചന്ദ്രൻ അല്ലേ? ചന്ദ്രൻ വലുതായി വലുതായി വരുന്നു, പിന്നെ ചെറുതായി ചെറുതായി പോകുന്നു, വീണ്ടും വലുതായി വരുന്നു. അങ്ങനെ ഒരു പ്രപഞ്ച സത്യങ്ങളുണ്ട്, അതും നമ്മുടെ ജീവിതമായിട്ട് ഒരുപാട് ബന്ധമുണ്ട്. അപ്പോൾ നഷ്ടങ്ങളെ അല്ലെങ്കിൽ പോരായ്മകളെ കുറിച്ചൊന്നും ഓർത്ത് വേദനിക്കാതെ മനസ്സിൽ സന്തോഷം നിലനിർത്താൻ ശ്രമിക്കുക. ഓക്കെ, അപ്പം സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ ഇത് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഓക്കെ.